ദൈവത്തിന് മഹത്വം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ എല്ലാ സഹോദരിമാർക്കും എൻ്റെ ക്രിസ്തീയ സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസത്തെ പഠനത്തിൽ ശിംശോൻ്റെ കാലഘട്ടത്തിലെ ഇസ്രയേൽ ജനതയുടെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചുവല്ലോ. അനുതാപമില്ലാത്ത ജനതയ്ക്ക് വേണ്ടി ദൈവം തൻ്റെ കരുണയിൽ ഒരു രക്ഷകനെ അയക്കുന്നു. തൻ്റെ ജനനത്തിന് മുൻപ് തന്നെ ദൈവം അവന് രക്ഷകൻ എന്ന പേര് നൽകുകയും ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട നാസീറായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. മക്കളില്ലാത്ത ദൈവഭക്തരായ ദമ്പതികൾക്ക് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഇസ്രയേലിനു വേണ്ടി നിയോഗിക്കപ്പെട്ട രക്ഷകൻ്റെ പിറവിയെക്കുറിച്ചുള്ള സന്ദേശം കൈമാറുന്നു. 13:5. ദൈവദൂതനോട് മാനോഹ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 13:8-12. ശിശു ജനിക്കുമ്പോൾ അവൻ്റെ കാര്യത്തിൽ ഞങ്ങൾ എന്തു ചെയ്യണം? മാതാപിതാക്കളായ നാം ഓരോരുത്തരും ഉൾക്കൊള്ളേണ്ട ഒരു പാഠം ആ ചോദ്യത്തിലുണ്ട്. നാം മക്കൾക്ക് വേണ്ടിയും അവരുടെ കുടുംബജീവിതത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ മക്കളെ ലഭിച്ചാൽ അവരുടെ കാര്യത്തിൽ നാം ദൈവഹിതം ആരായാറുണ്ടോ? നമുക്ക് ശോധന ചെയ്യാം. ഒരു നാസീർ വ്രതസ്ഥൻ അനുഷ്ഠിക്കേണ്ട ജീവിതചര്യയെക്കുറിച്ച് ദൈവദൂതൻ നിർദ്ദേശം നൽകുന്നുണ്ട്. 13:4, 5, 7 വാക്യങ്ങൾ. സംഖ്യ 6:2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നാസീർ വ്രതസ്ഥൻ ഏതെല്ലാം കാര്യങ്ങളിൽ വർജനം ആചരിക്കണം എന്ന കൽപ്പനയുണ്ട്. തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്, വീഞ്ഞും മദ്യവും തൊടരുത്, ശവത്താൽ അശുദ്ധനാകരുത്. ശിംശോനും ഇതെല്ലാം പാലിക്കേണ്ടിയിരുന്നു. 13-ാം അധ്യായത്തിൽ ശിംശോൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ ദൈവദൂതൻ എന്ന പദം 10 പ്രാവശ്യവും 13-3, 6, 9, 13, 15, 16, 17, 18, 20, 21 ദൈവപുരുഷൻ എന്നത് 2 പ്രാവശ്യവും 6, 8 വാക്യങ്ങളിൽ കാണുന്നു. ശിംശോൻ്റെ ജനനത്തിന് ദൈവം എത്രമാത്രം പ്രാധാന്യം നൽകിയിരുന്നുവെന്ന് ഈ പദപ്രയോഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ശിംശോൻ്റെ ചരിത്രം പരിശോധിച്ചാൽ മറ്റ് ന്യായാധിപന്മാരിൽ നിന്നും താൻ വ്യത്യസ്തനായിരുന്നു എന്ന് കാണാം. ന്യായാധിപന്മാർ 13-ാം അധ്യായം മുതൽ ശിംശോൻ്റെ ചരിത്രം ആരംഭിക്കുന്നു. എന്നാൽ തൻ്റെ ചരിത്രത്തിൻ്റെ അവസാന ഭാഗത്ത് മാത്രമാണ് തൻ്റെ ന്യായപാലനത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത്. 15:20, 16:31. മറ്റു ന്യായാധിപന്മാരിൽ നിന്നും വിഭിന്നമായി ശിംശോൻ ഭൂമിയിലേക്ക് പിറന്നത് ദൈവിക വാഗ്ദത്തത്തിൽ കൂടിയായിരുന്നു. ശിംശോൻ്റെ ജീവിതവും പ്രവർത്തനവും പ്രധാന സംഭവങ്ങളും സോരയ്ക്കും എസ്തായോലിനും മധ്യേ കേന്ദ്രീകരിച്ചിരുന്നു. 13:25, 16:31. ശിംശോൻ്റെ ദീർഘമായ ചരിത്രത്തെ രണ്ടായി വിഭാഗിക്കാം. 13:1 മുതൽ 25 വരെയുള്ള ഭാഗങ്ങളിൽ തൻ്റെ ജനനവും തന്നെക്കുറിച്ചുള്ള നിയോഗവും, 14:1 മുതൽ 16:31 വരെയുള്ള ഭാഗങ്ങളിൽ തൻ്റെ ജീവിതവും മരണവും കാണുന്നു. ഈ 2 ഭാഗങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന വാക്യമാണ് 13:25. സോരയ്ക്കും എസ്തായോലിനും മധ്യയുള്ള മഹനേദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. 14:1 മുതലുള്ള ജീവിതത്തിൻ്റെ അഥവാ പ്രവർത്തനത്തിൻ്റെ മുന്നോടിയായി ഈ വാക്യം നിലകൊള്ളുന്നു. ഇവിടെ ശിംശോൻ്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുകയും പ്രവർത്തനത്തിന് തന്നെ സജ്ജനാക്കുകയും ചെയ്യുന്നു. ശിംശോന് സ്നേഹസമ്പന്നരായ മാതാപിതാക്കൾ, ദൈവാത്മാവിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ അനുഗ്രഹം, ഇങ്ങനെ സ്വജനത്തിൻ്റെ രക്ഷകനാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ശിംശോൻ്റെ പ്രവർത്തന ശൈലി വ്യത്യസ്തമായിരുന്നു. മറ്റു ന്യായാധിപന്മാർ ജനങ്ങളെയും സൈന്യത്തെയും ഒന്നിച്ചു ചേർത്ത് തങ്ങളുടെ നേതൃത്വത്തിൽ ശത്രുക്കളോട് പോരാടി. എന്നാൽ തൻ്റെ ശക്തിയിലുള്ള അമിത വിശ്വാസം മൂലം ശിംശോൻ ഏകനായി ഫെലിസ്ത്യരോട് പോരാടി. അത് പലപ്പോഴും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മാത്രം. ജനങ്ങളെ താൻ വിശ്വാസത്തിലെടുത്തില്ല. ക്രിസ്തീയ ജീവിതത്തിലും ഈ ദുഷ്പ്രവണത നമുക്ക് കാണുവാൻ സാധിക്കും. വൺ മാൻ മിനിസ്ട്രി ഒരിക്കലും ക്രിസ്തീയ പ്രമാണമല്ല. ക്രിസ്തീയ ജീവിതത്തിലെ അടിസ്ഥാന പ്രമാണമാണ് കൂട്ടായ്മ ബന്ധം. ശിംശോൻ ജനങ്ങളെ തന്നിൽ നിന്ന് അകറ്റി നിർത്തി. ജനനത്തിന് മുൻപ് തന്നെ
ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട വ്യക്തി പിൽക്കാലത്ത് വിശ്വസിക്കുവാൻ യോഗ്യനല്ലാത്തവനും തൻ്റെ വ്രതത്തെ അവഗണിക്കുന്നവനുമായി മാറി. തന്നിലെ ജഡാഭിലാഷം ലക്ഷ്യപ്രാപ്തിയിൽ നിന്നും തന്നെ അകറ്റി നിർത്തി. ദൈവിക ശിക്ഷയുടെ മധ്യത്തിലും താൻ തടവുകാരനായി പിടിക്കപ്പെട്ടപ്പോഴും ദൈവം ശിംശോനിൽ കൂടി പ്രവർത്തിച്ചു. വ്യക്തികൾ എങ്ങനെയാണെങ്കിലും ദൈവം തൻ്റെ പ്രവർത്തനം തുടരും. ശിംശോൻ്റെ ജീവിതത്തിൽ പല ന്യൂനതകളും ഉണ്ടായിരുന്നെങ്കിൽ കൂടെയും അവനിൽ കൂടി ദൈവം പ്രവർത്തിച്ചു. അതെങ്ങനെ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. നാമം മാത്രം മഹത്വം എടുക്കുമാറാട്ടെ.